എവരുടെ ചാനൽ കാണുന്നവരല്ല. ഇനി എവരുടെ ചാനൽ കാണുന്നവരാകട്ടെ അത് കാണുന്നുണ്ടെന്ന് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അവർക്കത് കാണുന്നു എന്ന് പറയുന്ന പോലും അവർക്ക് നാണക്കേടാണ്. അവർ പറയുന്നത് അയ്യോ നമ്മുടെ പേര് പറയല്ലേ 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 എന്നാണ് ആൾക്കാർ പറയുന്നത്. എൻ്റെ അടുത്ത് വന്ന് ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോഴും എൻ്റെ പേര് പുറത്ത് പറയല്ലേ എന്നാണ് അവർ പറയുന്നത്. കാര്യം അവരുടെ ഈ ചാനൽ കാണുന്ന അവർക്ക് നാണക്കേടാണ്. അപ്പോൾ പിന്നെ ഞാൻ അവരെ കൊണ്ട് എങ്ങനെ സംസാരിപ്പിക്കും? പിന്നെ എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ വളരെ സഭ്യമായിട്ടുള്ള അറിവുള്ള പക്വതയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിങ്ങനെ പരസ്യമായിട്ട് വന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ടൈപ്പല്ല. എത്ര തെറ്റുള്ളവരും എത്ര നീചന്മാരും എത്ര മോശമായാലും ഇങ്ങനെ പരസ്യമായിട്ട് മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ കുറ്റവും തെറ്റും ഒക്കെ പറയുന്ന ആധ്യാത്മികമായിട്ട് വലിയൊരു അപജയമാണ് എന്ന് മനസ്സിലാക്കി ഗുരുവിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടെ ധാർമ്മികമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പം അവരിങ്ങനെ വന്ന് മറ്റുള്ളവരെ പരിഹസിക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് എനിക്ക് ഇതേപോലെ സംസാരിപ്പിക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ ഈ ആളെ കൂട്ടുന്നത് ധൈര്യമില്ലാത്തവരാണ്. തനിക്ക് ഒറ്റയ്ക്ക് നട്ടലോടെ നിന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാത്തവരാണ് ഇങ്ങനെ ആളുകളെ കൂട്ടുന്നത്. കാര്യം ആളുകളും കൂടെ ഉണ്ടെന്നുള്ളത് കാണിക്കാൻ. പിന്നെ മറ്റൊരു കാര്യം, തനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്, താൻ പറയുന്ന കാര്യങ്ങളിൽ തനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ള ഒരുപാട് പേരെ കൊണ്ടത് ഉറപ്പിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് താൻ പറയുന്നതിൽ വിശ്വാസമുണ്ടെങ്കിൽ ലോകം മൊത്തം എതിർത്താലും അയാൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അതാണ് വിശ്വാസിയുടെ ലക്ഷണം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ആളെ കൂട്ടി ഇപ്പം ഇത് മറ്റുള്ളവരെ അധിക്ഷേപിപ്പിച്ച് ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. ഇപ്പം തന്നെ നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ ആ സംസാരത്തിൻ്റെ തീക്ഷ്ണതയിൽ നമ്മൾ ദേഷ്യപ്പെട്ടു പോകുന്ന, അല്ലെ ദേഷ്യപ്പെടരുത് എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞാനിത് സംസാരിച്ചത്. പക്ഷേ ഗുരുവിൻ്റെ ആ കാര്യം പറയുമ്പോൾ നമ്മുടെ അന്തരംഗത്തിൽ നിന്ന് അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കാര്യം ഇത്രയ്ക്ക് ഇതിനെ നശിപ്പിക്കുന്ന ഈ ശക്തികളോട് എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു പോവുകയാണ്. പിന്നെ ശ്രീ കഴിഞ്ഞ വീഡിയോയിൽ അവരാ കോയിനിലൊരു ട്രയാങ്കിൾ ഷേപ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് ആ ട്രയാങ്കിൾ ഷേപ്പ് ശ്രീ പറഞ്ഞല്ലോ അത് ത്രിമൂർത്തി സമ്പ്രദായമാണെന്ന് പറഞ്ഞതിന് ഇനി അവരൊന്നും പറയാൻ ബാക്കി വെച്ചിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ശ്രീ എന്ത് പറയുന്നു? രാജേഷ് നേതാജി ഇത് കേട്ടിട്ട് രാജേഷ് നേതാജി ഇനി വായിൽ വരുന്നൊക്കെ വിളിച്ചങ്ങ് പറയുന്നു. അപ്പൊ രാജേഷ് നേതാജിക്ക് എന്താണ്, ഇതെന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചതുപോലെ, എന്തോ എനിക്ക് തെറ്റുപറ്റി അത് പുള്ളി അങ്ങ് കണ്ടുപിടിച്ചു, അത് പറഞ്ഞിട്ടും പുള്ളിക്ക് തൃപ്തിയാവുന്നില്ല. അപ്പൊ എന്താണ് പുള്ളിക്കാരൻ ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പുള്ളി ഏതൊക്കെയോ പുസ്തകങ്ങളിൽ ഈ യോഗ താന്ത്രിക മറ്റ് പുസ്തകങ്ങളിലൊക്കെ വായിച്ചും കണ്ടും കേട്ടും ഉള്ള കാര്യങ്ങൾ. അപ്പം ഈ കണ്ടും കേട്ടും ഉള്ള കാര്യങ്ങൾ എനിക്കറിഞ്ഞൂടെ? എന്താ ഈ താന്ത്രിക വിദ്യയിലെ ട്രയാങ്കിൾ എന്താണ്, അല്ലെങ്കിൽ ഈ കുണ്ടലിനി യോഗയിലും അല്ലെങ്കിൽ യോഗ ശാസ്ത്രങ്ങളിലൊക്കെ ഈ ട്രയാങ്കിളും ഈ റെഡ് കളറായിട്ടുള്ള ട്രയാങ്കിൾ മൂലാധാര ചക്രം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താ എനിക്കറിയില്ല. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലേ? ഞാൻ ഇത്രയും പുസ്തകങ്ങൾ വായിച്ചിട്ട് ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലേ? അപ്പം ഞാൻ ഈ പുസ്തകങ്ങളിൽ വായിച്ചതിനെല്ലാം മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പുതിയതായിട്ടൊന്ന് ചിന്തിച്ചു. കാരണം നമ്മുടെ ആശ്രമത്തിൽ ഞാൻ അതിന് ചിന്തിക്കാനുള്ള കാരണം, നമ്മുടെ